അത് കൊള്ളാമല്ലോ. ഏത് കാര്യത്തിനും മാന്യതയുണ്ട്. മാന്യത വിട്ട് പെരുമാറിയാലേ മണിക്കൂട്ടൻ സഹിക്കത്തില്ല. നീ എന്തിനായിരുന്നു ഉറുകുറുക്കുന്നത്? കഴിക്കാനായിട്ടേ ഒരു സ്പൂൺ വാഷിംഗ് പൗഡർ ചോദിച്ചിട്ട് ആ റിങ്കി തന്നില്ല മാമ. വാഷിംഗ് പൗഡറാ? വാഷിംഗ് പൗഡർ അല്ല, പോർട്ടീൻ പൗഡർ. അത് ചോദിച്ചിട്ട് തന്നില്ല അവള്. അതെന്തിനുള്ളത്? എന്റെ മാമയിലെ മസിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു പൗഡർ ഉണ്ട്. അതവൾ തന്നില്ല. സത്യം പറഞ്ഞാലേ ഇക്കണക്കിന് ചാവാൻ കിടന്നാല് ഒരു തുള്ളി വെള്ളം ചോദിച്ചാൽ അവള് തരത്തില്ല. അല്ല, മാമൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവക്ക് ഒരുപാട് മാമന്മാരുണ്ടോ, അമ്മാവന്മാരുണ്ടോ? ഉണ്ടോ? എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഇല്ല 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 ഇല്ല. ആ പടം ഞാനല്ല ഒരു മൂട് അമ്മാവനുള്ളത്. ഞാൻ ചോദിച്ചിട്ട് അവള് തരുന്നില്ല. അല്ല, ഇതുപോലെ 10 പാക്കറ്റ് എനിക്ക് വാങ്ങിക്കാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല, കൈ കാശുണ്ട്. പിന്നെ പോയി വാങ്ങില്ല. അല്ല, പക്ഷേ എവിടെ കിട്ടുമെന്ന് അറിഞ്ഞൂടാ മാമ. എവിടെ കിട്ടും അത്? എന്തോ എവിടെ കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ. മെഡിക്കൽ സ്റ്റോറിൽ വല്ലതും കാണുമായിരിക്കും. എന്തോ അതൊരു 2-3 പാക്കറ്റൊക്കെ ഒറ്റയടിക്ക് കഴിച്ചിട്ട് മസിലും ഒക്കെ പെരിപ്പിച്ച് ഒരു കുട്ടിനിക്കറും ഒക്കെ ഇട്ട് നിങ്ങളുടെ മുമ്പിലൂടെ ഒക്കെ എനിക്കൊന്ന് വിലസി നടക്കണം. അത് മാത്രമല്ല, മസിലെല്ലാം ഉണ്ടാക്കിയിട്ട് ശ്രീകുട്ടിയുടെ മുമ്പിലും ഒന്ന് പെരിപ്പിച്ച് കാണിക്കണം. അതെന്റെ ഒരു വലിയ ആഗ്രഹമാണ്. മാമൻ എന്താ ഒന്നും മിണ്ടായിരിക്കും? അല്ല, എല്ലാം നീ തന്നെ പറയുന്നു, ഞാൻ എന്തിനു പറയാ? എന്തെങ്കിലും അഭിപ്രായം പറയണ്ട മാമ. ഞാൻ എന്തിനു പറയാടേ? എനിക്ക് ഇതിന്റെ ഒരു വിവരവും എനിക്കറിഞ്ഞു. അല്ല, മണിക്കൂട്ടനെ അങ്ങനെ തോപ്പിക്കാനൊന്നും പറ്റത്തില്ല. മണിക്കൂട്ടന്റെ കളികൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ മാമ. കേട്ടോ കേട്ടോ. അങ്ങനെ ഈ മണിക്കൂട്ടനെ ഒറ്റയ്ക്കൊന്നും പറ്റത്തില്ല മാമ. കാണിച്ചു തരാം. ശരി ശരി. അത് കൊള്ളാമല്ലോ. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കഷ്ടം. അതെ റെഡി. ഈ ഇനി ഇത് എടുത്ത് അല്ലടാ, ഒരുപാടായി. വേണം. ഇനി ഇത് ഒരുപാടായി.
നോക്ക്. ഇങ്ങോട്ട് നോക്ക്. എനിക്ക് തോന്നുന്നില്ല മസിൽ വലുതായിരുന്നു. എന്റെ മസിൽ വലുതായിട്ടില്ലേ? എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കഴിച്ചിട്ടു? എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേ ഇത്രയും കഴിച്ചാ പോരാ, പോരാ, കുറച്ചുകൂടെ കഴിക്കണം. അത് തന്നെ. അതിനിപ്പോ എന്റെ കണ്ണിന്റെ കുഴപ്പമല്ലോ ആണോ എന്തോ. ഡേ, എന്റെ കണ്ണിന്റെ കുഴപ്പമല്ലോ തന്നെ. അല്ല, കണ്ണിന്റെ കുഴപ്പമാണ്. ഞാൻ പെങ്ങളെ ഒന്ന് കാണിച്ചായിരുന്നു. അപ്പൊ അവളും പറഞ്ഞ് വലിയ മാറ്റമൊന്നുമില്ല. അവള് പറഞ്ഞ അപ്പൊ എന്റെ കണ്ണിന്റെ കുഴപ്പമൊന്നുമല്ല. ഏതായാലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല മാമ. ഞാൻ ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് കഴിച്ചിട്ട് കുറച്ച് എക്സസൈസും ഒക്കെ ചെയ്തിട്ട് വരാം. അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് കൊള്ളാം. അമ്മ, അമ്മ, എന്തുവാടി? ഒന്ന് ഇങ്ങോട്ട് വാ. ദാ വരണ്ട, വിളിച്ചു കൂവല്ലേ? എന്തുവാടി വിളിച്ചു കൂവണേ? ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാല് അതെനിക്ക് ഉപയോഗിക്കാനും അറിയാം. അതിനാ അമ്മ ഒളിപ്പിച്ചു വയ്ക്കാതെ ആ സാധനം കേട്. എന്തോ സാധനം ഒളിപ്പിച്ചു വെച്ചു? ആരും ഒളിപ്പിച്ചു വെച്ചു? എന്തോന്ന്? കൊള്ളാം കൊള്ളാം, നല്ല നാടകം കേട്ടാ. ഓസ്കാർ അവാർഡ് കിട്ടും. അമ്മ കളിക്കല്ലേ? താ. ഞാൻ ഒന്നും ഒളിപ്പിച്ചു വെച്ചില്ല. എന്തോ സാധനം കാണാതായത്? സാധനം കിട്ടാ. പൈസ ഒന്നും എന്റെ കയ്യിലില്ല. പൈസ ഒന്നും അല്ല, പ്രോട്ടീൻ പൗഡർ. അച്ഛാ അഭിനയിക്കല്ലേ അച്ഛാ? 10-15 രൂപയുടെ സാധനമാണ്. ചുമ്മാ കളിക്കാതെ താ. എവിടെ പോയി? എവിടെ പോയി എന്റെ അടുത്താ ചോദിക്കണേ? പിന്നെ നിന്റെ അടുത്തല്ലാതെ ഞാൻ അത് കഴിക്കൂന്ന് പറഞ്ഞതിന്റെ ഇതല്ലേ നിങ്ങൾ രണ്ടുപേരും ദേഷ്യം തീർത്തത്? മക്കളെ, നീ ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞ ശരിയാണ്, പക്ഷെ ഞങ്ങൾ അതൊന്നും എടുത്തൊന്നുമില്ല. മണി, ഇനി വേറെ കാര്യം പറയട്ടാ. നീ അത് വാങ്ങിച്ചോണ്ട് വന്നതിന് ശേഷം ഞങ്ങൾ നെറ്റിൽ നോക്കി പ്രോട്ടീൻ പൗഡറിനെ പറ്റിട്ട്. പ്രശ്നമില്ലാന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. അപ്പൊ താ. എന്തൊരു മാമ, അവളുടെ പ്രോട്ടീൻ പൗഡർ ഒളിപ്പിച്ചു വെച്ചേക്കും രണ്ടുപേരും കൂടി. അമ്മ എന്നെ ഒളിപ്പിച്ചത് ഞങ്ങളല്ല. പിന്നാരും അടുത്ത് വല്ല ചാത്തൻ ഡാൻസ് കളിക്കുന്ന മണിക്കുട്ടാ. എന്തുവാ ഇത്? ചുണ്ടൊക്കെ വെളുത്ത്. എന്ത് പ്രശ്നം? മണിക്കുട്ടാ, വയറോ വെച്ചാ ഇത് വേണ്ട. ഇത് പറ്റിയത് പറ. കാര്യം പറ. വെള്ളം അടിച്ചിട്ടുണ്ട്, അതാണ് സംഭവം. വെള്ളം നേരത്തെ ഇവള് മാറ്റി വെച്ച പോക്കിരി പൗഡർ എടുത്തില്ല. പോക്കിരി പൗഡർ അല്ല, പ്രോട്ടീൻ പൗഡർ. അത് തന്നെ, അത് തന്നെ. അത് കഴിച്ചാ? അത് കഴിച്ചെങ്ങനെയാവോ? പ്രോട്ടീൻ പൗഡർ ഫുള്ള് വായിക്കത്ത് കമ്പിട്ടിയാ. അയ്യോ അച്ഛാ, ആംബുലൻസ് വിളിച്ചോ? ആശുപത്രി കൊണ്ടുപോടാ. ചേട്ടാ ഇരിക്കവിടെയില്ല. ഇങ്ങോട്ട് ഇരി, ഇരിക്കടാ അവിടെ. ചേട്ടാ ചേട്ടാ ഇരിക്കും. ഇത് പെട്ടെന്ന് വയറിളക്കിയില്ലെങ്കിൽ പ്രശ്നമാവത്. മണിക്കുട്ടാ, മണിക്കുട്ടാ, അയ്യോ ബോധം പോയിന്നാ തോന്നുന്നു. ബോധം പോയി മണിക്കുട്ടാ, ബോധം പോയി മാമ. പൊന്നി ഇവിടെ വണ്ടി പിടിച്ച് കൊണ്ടുപോടാ.